ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഒരുപാട് പേരെ അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് അസഹനീയമായ കീഴ്വായു ശല്യം. അമിതമായിട്ടുണ്ടാകുന്ന കീഴ്വായു ശല്യം കാരണം ജനങ്ങളുടെ ഇടയിലേക്ക് പോകാനും അല്ലെങ്കിൽ ഒരു അടച്ചിട്ട ഒരു മുറിക്ക് അതൊരു AC റൂമിനകത്ത് പോകാനോ എല്ലാം മടിക്കുന്നവരുണ്ട്. ചിലവർക്കാണെങ്കിൽ മറ്റൊരു തരത്തിലാണ് പ്രശ്നം വരിക. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഓഫീസുകളിൽ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് കീഴ്വായു ശല്യം ഉണ്ടാവും, ദുർഗന്ധം ഉണ്ടാവും. പിന്നെ വൈകുന്നേരം ഒന്ന് ടോയ്ലറ്റിൽ പോയി ഗ്യാസും കുറച്ച് മലവും കൂടി പോയി കഴിഞ്ഞാൽ മാത്രമേ ഒരല്പം ആശ്വാസം കിട്ടത്തുള്ളൂ. ഇത് ഒരുപാട് പേരെ അലട്ടുന്ന പ്രശ്നമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ മുൻപും 1-2 വീഡിയോ ചിത്രങ്ങൾ ഈ കീഴ്വായു ശല്യത്തിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. എങ്കിലും വീണ്ടും ഒരുപാട് പേർക്ക് ഈ വിഷയത്തിൽ സംശയമുള്ളത് കൊണ്ടാണ് ഈ കീഴ്വായു ശല്യം അമിതമായിട്ടുള്ളവർ ഒഴിവാക്കേണ്ട 10 പ്രധാന ഫുഡുകൾ എന്തെല്ലാം ആണ് എന്നുള്ളത് ഞാൻ വിശദീകരിക്കുന്നത്. ആദ്യം തന്നെ ഈ കീഴ്വായു ഉണ്ടാകുന്നതിൻ്റെ കാരണം വിശദീകരിക്കാം. നമ്മുടെ ആമാശയത്തിനകത്തോ കുടലിനകത്ത്, ചെറുകുടലിലോ വൻകുടലിലോ പെട്ടുപോകുന്ന ഗ്യാസാണ് പുറത്തേക്ക് പോകുന്നത്. പുറത്തേക്ക് ഗ്യാസ് പോകുമ്പോൾ മലദ്വാരത്തിന് അമിതമായിട്ട് ടൈറ്റ്നസ് ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് വരുന്ന വൈബ്രേഷനാണ് പലപ്പോഴും ഈ കീഴ്വായു പോകുന്നതിൻ്റെ ശബ്ദമായിട്ട് കേൾക്കുന്നത്. ആരോഗ്യമുള്ള ഒരാളിന് നമ്മൾ കഴിക്കുന്ന ഫുഡ്, നോർമലായിട്ട് ഒരാൾക്ക് ഫുഡ് ദഹിച്ച് കഴിയുമ്പോൾ ഏകദേശം 1/2 ലിറ്റർ മുതൽ ഏകദേശം 1.8 ലിറ്റർ വരെ, അതായത് ഏകദേശം 2 ലിറ്ററിന് അടുത്ത് വരെ ഗ്യാസ് വയറിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അത് പലർക്കും ഏമ്പക്കമായിട്ടോ കീഴ്വായുമായിട്ടോ പുറത്തേക്ക് പോകാറുണ്ട്. നോർമലി ഒരാളിന് ഏകദേശം 14 മുതൽ 25 തവണ വരെ കീഴ്വായു ഒരു ദിവസം പോകും. അത് ഒരു പരിധിവരെ നോർമലാണ്. എന്നാൽ അതിന് മുകളിൽ ഒരുപാട് തവണ നമുക്ക് വളരെയധികം കോൺഷ്യസ് ആകുന്ന ലെവലിലേക്ക് കീഴ്വായു പോകുമ്പോഴാണ് ഇത് ആൾക്കാർക്ക് അസഹ്യമായിട്ട് ബുദ്ധിമുട്ട് എന്ന ഒരു ലെവലിലേക്ക് വരുന്നത്. പ്രധാനമായിട്ടും ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, കാർബൺ സൾഫൈഡ്, മീഥെയിൻ പോലുള്ള ഗ്യാസുകളാണ് സാധാരണ താഴേക്ക് ഈ കീഴ്വായുവായിട്ട് പോകുന്നത്. അതിനകത്ത് ഒരു ചെറിയ അളവിൽ, അതായത് വളരെ ചെറിയ അളവിലെങ്കിലും ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസിന്റെ സാന്നിധ്യം ഉണ്ടായാൽ നമുക്ക് ദുർഗന്ധം അനുഭവപ്പെടും. കാരണം മനുഷ്യന്റെ മൂക്കിന് ഈ ഹൈഡ്രജൻ സൾഫൈഡിനെ തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ അളവിൽ ഈ ഹൈഡ്രജൻ സൾഫൈഡ് വാതകം കീഴ്വായുവിൽ കലർന്നിട്ടുണ്ടെങ്കിൽ അതിന് ദുർഗന്ധം ഉണ്ടാവും. അത് ഈ കീഴ്വായു പുറത്തേക്ക് പോകുന്നവർക്കും ഉണ്ടാവും, ചുറ്റുമുള്ളവർക്ക് ഇത് അറിയാൻ പറ്റുകയും ചെയ്യും. പലവിധ കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് കീഴ്വായു ശല്യം ഉണ്ടാകാം. ഇതിനെക്കുറിച്ച് എൻ്റെ കീഴ്വായുവിനെ കുറിച്ചുള്ള മുൻപുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഇപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നത് ഈ അമിതമായിട്ട് കീഴ്വായു ശല്യമുള്ളവർ ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ട 10 തരം ഫുഡുകളാണ് ഞാനിപ്പോൾ വിശദീകരിക്കുന്നത്. നിങ്ങൾ ഈ ഫുഡുകൾ ഞാൻ ഈ പറയുന്ന തരത്തിൽ മാറ്റം വരുത്തുക, നിങ്ങൾക്ക് അമിതമായിട്ടുള്ള കീഴ്വായു ശല്യം കുറയും. ഒന്നാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ബീൻസാണ്. ബീൻസിൻ്റെ പ്രത്യേകത, ഇതിനകത്ത് റഫിനോസ് എന്ന് പറയുന്ന ഒരിനം പഞ്ചസാരയുണ്ട്. റഫിനോസ് എന്ന് പറയുന്ന ഈ കാർബോഹൈഡ്രേറ്റ്, ഷുഗർ ഉണ്ടാക്കിയിരിക്കുന്നത് ഗാലക്ടോസും സൂക്രോസും കൊണ്ടാണ്. സൂക്രോസ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ പഞ്ചസാര, അതോടൊപ്പം ഗാലക്ടോസ് എന്ന് പറയുന്ന ഒരു പഞ്ചസാരയുടെ ഒരു കോമ്പിനേഷനാണ്, ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് നമുക്കിതിനെ വിളിക്കാം. ഈ റഫിനോസ് ഷുഗറിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ഈ ബീൻസ് കഴിച്ചു കഴിഞ്ഞാൽ ബീൻസ് നമ്മുടെ ആമാശയത്തിൽ പൂർണ്ണമായിട്ടും ദഹിക്കത്തില്ല. പകരം ഇത് കുറച്ച് മാത്രം ആമാശയത്തിൽ ദഹിച്ച് ബാക്കി നമ്മുടെ കുടലിലേക്ക് പോയി ദഹിക്കാൻ തുടങ്ങും. കുടലിലുള്ള ബാക്ടീരിയകൾ ഈ റഫിനോസ് ഷുഗറിൻ്റെ പുറത്ത് അമിതമായിട്ട് വർക്ക് ചെയ്താലോ ഭയങ്കരമായിട്ട് ഈ ഗ്യാസ് കുടലിനകത്ത് ഉണ്ടാകുകയും കീഴ്വായു ഭയങ്കരമായിട്ട് ഉണ്ടാകുകയും ചെയ്യും. ഇത് ഈ റഫിനസ് ഷുഗർ ഉള്ളത് ബീൻസിൽ മാത്രമല്ല, ക്യാബേജ്, ബ്രോക്കോളി പോലുള്ള ക്രൂസിഫറസ് വെജിറ്റബിൾസിനകത്ത് ഈ റഫിനോസ് ഷുഗർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പലരും ഉച്ചയ്ക്ക് ക്യാബേജ് കറിയോ കോളിഫ്ലവർ കറിയോ ബീൻസ് ചേർത്ത കറിയോ കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം അമിതമായിട്ട് ഗ്യാസ് വന്ന് വയറ് പെരുകുകയോ കീഴ്വായു ശല്യം ഉണ്ടാകുകയോ ഉച്ചയ്ക്ക് ശേഷം ടോയ്ലറ്റിൽ പോവുകയോ എല്ലാം ചെയ്യുന്നത്. ഇനി അമിതമായിട്ട് കീഴ്വായു ശല്യം ഉണ്ടാക്കുന്ന രണ്ടാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് പാലാണ്. പാലിൻ്റെ പ്രത്യേകത, ഇതിനകത്ത് ഈ ലാക്ടോസ് എന്ന് പറയുന്ന ഒരു ഷുഗറുണ്ട്. ലാക്ടോസ് ഷുഗറിനെ നമ്മുടെ ആമാശയത്തിൽ ദഹിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ലാക്ടേസ് എന്ന് വിളിക്കുന്ന ഒരു എൻസൈം ആവശ്യമാണ്. കൊച്ചു കുട്ടികൾക്ക്, അതായത് ജനിച്ച ആദ്യത്തെ ഒരു 1.5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ ശരീരത്തിൽ ഈ ലാക്ടേസ് എൻസൈം നല്ല രീതിക്ക് ഉണ്ടാകും. എന്നാൽ നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മുടെ ആമാശയത്തിനകത്ത് ഈ പാലിനെ ദഹിപ്പിക്കാനുള്ള എൻസൈം ലാക്ടേസിൻ്റെ പ്രസൻസ് കുറഞ്ഞു വരും. അതുകൊണ്ടാണ് പലർക്കും ഈ പാല് കുടിച്ചാലോ അല്ലെങ്കിൽ പാല് ചേർത്ത ചായയോ കാപ്പിയോ ഐസ്ക്രീമോ പാൽപ്പായസോ എല്ലാം കഴിച്ചാൽ ഇത് ആമാശയത്തിൽ പൂർണ്ണമായിട്ടും ദഹിക്കാതെ കുറേ ഭാഗം നമ്മുടെ കുടലിലേക്ക് പോകുന്നു. കുടലിൽ പാലിൻ്റെ കണികകൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാക്ടീരിയ ഭയങ്കരമായിട്ട് ഗ്യാസ് ക്രിയേറ്റ് ചെയ്യും. പലപ്പോഴും പാല് ചേർത്ത ഫുഡ് കഴിച്ചിട്ട്, അതായത് ചായയോ കാപ്പിയോ പാല് തന്നെ നേരിട്ട് കഴിച്ച് ഏകദേശം 30 മിനിറ്റ് മുതൽ 2 മണിക്കൂർ വരെ കഴിയുമ്പോൾ നമുക്ക് വയറ് പെരുകുന്നത് പോലെയും കീഴ്വായു
കീഴ്വായു ശല്യവും വയറിന് അസ്വസ്ഥയും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇത് പാല് പ്രോപ്പറായിട്ട് ദഹിക്കാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്നാൽ പാല് പുളിപ്പിച്ചുണ്ടാക്കുന്ന ഭക്ഷണങ്ങളില്ലേ, തൈര്, മോര്, യോഗേർട്ട്, ചീസ്, പനീർ പോലുള്ള ഫുഡുകൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ഈ പാലുണ്ടാക്കുന്ന പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യില്ല. കാരണം ഈ ലാക്ടോസിനെ പുളിപ്പിച്ച് ഫെർമെൻറ്റ് ചെയ്ത ഫോമിലേക്കാണ് നമ്മുടെ വയറിനകത്തേക്ക് എത്തുന്നത്. നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയകൾക്ക് ഒരു മികച്ച ഭക്ഷണമായിട്ട് ഈ തൈരും മോരും വർക്ക് ചെയ്യുകയും ഇത് ഗ്യാസ് ശല്യം കുറയ്ക്കുകയും ദഹനത്തിന് കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കുകയും പാലിനകത്തുള്ള ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കുകയും ചെയ്യും. ഇനി അമിതമായി ഗ്യാസ് ഉണ്ടാക്കുന്ന മൂന്നാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് തവിടുള്ള ധാന്യങ്ങളാണ്. തവിടുള്ള ധാന്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ തവിട് അരിയിൽ ചേർന്നിട്ടുള്ളതാണ് നമ്മൾ ചുവപ്പരി, തവിടുള്ള അരി എന്ന് വിളിക്കുന്നത്. മാത്രമല്ല നമ്മൾ കഴിക്കുന്ന എല്ലാ ധാന്യങ്ങളുടെയും പുറത്ത് അവയുടെ ഒരു കോട്ടിംഗ് ഉണ്ട്, തവിട് വരുന്നുണ്ട്. തവിടിൻ്റെ പ്രത്യേകത ഇത് ഫൈബറാണ്, ഇൻസോലുബിൾ ഫൈബേഴ്സ് ആണ്. ഇൻസോലുബിൾ ഫൈബേഴ്സ് പലപ്പോഴും നമ്മൾ വേവിക്കുന്ന സമയത്ത് അതിനകത്തുള്ള സ്റ്റാർച്ച് അല്പം സോഫ്റ്റ് ആവും. അതുകൊണ്ടാണ് നമ്മൾ വേവിച്ച ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ആമാശയത്തിൽ ദഹിക്കുന്നത്. എന്നാൽ ഈ തവിടുള്ള ഭക്ഷണത്തിലെ ഈ ഫൈബറിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ്സ് ചിലരിൽ നമ്മുടെ വയറിനകത്ത് ദഹിക്കത്തില്ല. ഇത്തരക്കാരിൽ ഈ തവിട് ധാന്യത്തോട് ചേർന്നിരിക്കുന്ന അന്നജം പലപ്പോഴും നമ്മുടെ കുടലിലേക്ക് പോയിട്ട് അവിടെ ആയിരിക്കും ദഹിക്കുന്നത്. കുടലിലുള്ള ബാക്ടീരിയകളുടെ അടുത്തേക്ക് ഈ തവിടിനോട് ചേർന്നിരിക്കുന്ന അന്നജം എത്തിക്കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ട് ഗ്യാസ്, 3 ഇനം ഗ്യാസ് ഉണ്ടാകും. ഒന്ന് മീഥേൻ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ ഉണ്ടാകുന്നു. ഇവ പലർക്കും ഈ അമിതമായി ഗ്യാസ് ശല്യം ബുദ്ധിമുട്ട് ഉണ്ടാകും. പലപ്പോഴും ഇത്തരത്തിൽ തവിട് ചേർന്നിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ വയറിനകത്ത് ഉരുണ്ട് മറിയുന്ന പോലൊരു ശബ്ദം. പഴയകാല ആൾക്കാർ പറയാറില്ല, ചില ഇനം ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ വയറിനകത്ത് വിര വിളിക്കുന്നു എന്ന ശബ്ദം, ഉരുണ്ട് മറിയുന്ന ശബ്ദം കേൾക്കുന്നതിന് അവർ പറയുന്ന ഒരു രീതിയാണ്. ഇത്തരത്തിൽ ഗ്യാസ് ഫോം ചെയ്യുന്നതിൻ്റെ കാരണം തവിടിനോട് ചേർന്നിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഇതിൽ നിന്നും ബാക്ടീരിയകൾ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി അമിതമായിട്ട് കീഴ്വായു ശല്യം ഉണ്ടാക്കുന്ന നാലാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് സാലഡുകളാണ്. സാലഡുകൾ നമ്മുടെ ശരീരത്തിന് നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. എന്നാൽ ചിലർക്ക് സാലഡുകൾ എന്ന് പറയുന്നത് വേവിക്കാത്ത പച്ചക്കറികളാണ്. വേവിക്കാത്ത പച്ചക്കറികൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഫൈബർ പലർക്കും വയറിനകത്ത് ഇറിറ്റേഷൻ ഉണ്ടാക്കാം, വയറിന് അസ്വസ്ഥത ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത്തരക്കാരിൽ ആമാശയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഈ സാലഡ് ദഹിക്കത്തില്ല. കുടലിൻ്റെ ഭാഗത്തേക്ക് ഇത്തരത്തിൽ നമ്മൾ പാകം ചെയ്യാത്ത ഇൻസോലുബിൾ ഫൈബേഴ്സ് ചെല്ലുമ്പോൾ അത് അവരിൽ ഭയങ്കരമായിട്ട് ഗ്യാസ് ഉണ്ടാക്കിയെന്ന് വരാം. ഞാൻ നേരത്തെ പറഞ്ഞുള്ള പല ഫീച്ചേഴ്സും ഇത്തരക്കാരിൽ അനുഭവപ്പെടാം. ഇത് മാത്രമല്ല, സാലഡ്സിനകത്ത് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റഫിനോസ് ഷുഗറിലെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിൻ്റെയും പ്രസൻസ് ഉണ്ടാവും. ഇതും നമുക്ക് ഗ്യാസ് ശല്യം ഉണ്ടാക്കുന്നതിന് കാരണമാണ്. ഇനി കീഴ്വായു ശല്യം ഉണ്ടാക്കുന്ന അഞ്ചാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് സോഡയാണ്, കാർബണേറ്റഡ് ഡ്രിങ്കുകളാണ്. പലപ്പോഴും വയറിനകത്ത് അസ്വസ്ഥതയും വയറിന് ബുദ്ധിമുട്ടും ഈ ഗ്യാസ് വന്ന് നിറയുന്നവരൊരു തോന്നലുള്ളപ്പോൾ പലരും സോഡ കുടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. സോഡയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളത്തിനകത്ത് വളരെ ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്തിട്ടാണ് ഈ സോഡ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കംപ്രസ് ചെയ്തിട്ടുള്ള സോഡ നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ ആമാശയത്തിൽ ഈ ഫ്ലൂയിഡ് എത്തുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള ഗ്യാസ് വേർതിരിയുന്നത്, അതായത് ആമാശയത്തിൽ ആസിഡുമായിട്ട് ഈ വെള്ളം മിക്സ് ആകുന്ന സമയത്ത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് വേർതിരിഞ്ഞ് ഏമ്പക്കം പോലെ പോകുന്നു. പലപ്പോഴും വയറിനകത്ത് ഗ്യാസ് നിറഞ്ഞിട്ടുള്ളവർക്ക് ഈ സോഡ കുടിക്കുന്ന സമയത്ത് ഏമ്പക്കം പോകുന്നത് പോലെ തോന്നുന്നതും അവർക്കൊരു ആശ്വാസം പോലെ ഒരു മനസ്സിനൊരു തോന്നലുണ്ടാകുന്നതിനും കാരണം ഇത്തരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നതാണ്. എന്നാൽ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ഈ സോഡ കുടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് മുകളിലേക്ക് മാത്രമല്ല, ഇത് ചെറുകുടലിലേക്കും പോയി എന്ന് വരാം. പലരിലും ഈ സോഡ കുടിക്കുന്നവരിൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള കീഴ്വായു ശല്യത്തിന് കാരണം ഇത്തരത്തിൽ വയറിലേക്ക് എത്തപ്പെടുന്ന ഈ സോഡയ്ക്കകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇനി അമിതമായിട്ട് കീഴ്വായു ശല്യം ഉണ്ടാക്കുന്ന ആറാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് തൊലിയോടുകൂടി കഴിക്കുന്ന പഴവർഗ്ഗമാണ്. പഴത്തിൻ്റെ തൊലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഒന്ന് ഇൻസോലുബിൾ ഫൈബേഴ്സ് ആണ്. നമ്മുടെ ആമാശയത്തിലും നമ്മുടെ കുടലിനകത്തും ചൂല് പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. പല വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ളത് ഈ പഴത്തൊലിയോട് ചേർന്നിട്ട്, അതായത് ഫ്രൂട്ട്സിൻ്റെ തൊലിയോട് ചേർന്നിട്ടാണ്. അതുകൊണ്ട് തൊലി കഴിക്കണമെന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ പലർക്കും ഈ ആമാശയത്തിൽ ഈ പഴത്തിൻ്റെ തൊലി പ്രോപ്പറായിട്ട് ദഹിക്കത്തില്ല. പലപ്പോഴും ഈ തൊലിയോട് ചേർന്നിട്ട് പഴത്തിനകത്തുള്ള അന്നജം, അതായത് അതിനകത്തുള്ള ഷുഗർ, പഞ്ചസാര ഒരു ചെറിയ അളവിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. പലപ്പോഴും നമ്മൾ തൊലിയോടുകൂടി ഈ പഴവർഗ്ഗങ്ങൾ കഴിക്കുന്ന സമയത്ത് ഈ തൊലിക്കടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഷുഗേഴ്സ്, പഴത്തിൻ്റെ കണികകൾ കുടലിലുള്ള ബാക്ടീരിയകൾക്ക് ഭയങ്കരമായിട്ട് ഗ്യാസ് ഉണ്ടാക്കുന്നതിന് കാരണമാകാറുണ്ട്. അതുകൊണ്ട് ഈ അമിതമായിട്ട് കീഴ്വായു ശല്യമുള്ളവർ പഴത്തിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം കഴിക്കുന്നതായിരിക്കും നല്ലത്. അവർക്ക്
താരതമ്യേന ഈ പഴം ആമാശയത്തിൽ തന്നെ കൂടുതൽ ദഹിക്കാൻ അത് സഹായിക്കും. കീഴ്വായു ശല്യം കുറഞ്ഞു വരികയും ചെയ്യും. ഇനി ഏഴാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് കട്ടിയുള്ള മിഠായിയുടെ ഉപയോഗമാണ്. പലപ്പോഴും കൊച്ചു കുട്ടികൾക്കെല്ലാം തന്നെ അമിതമായിട്ട് ഗ്യാസും കീഴ്വായു ശല്യം ഉണ്ടാകുന്നതിന് അവർ കഴിക്കുന്ന മിഠായി ചോക്ലേറ്റ്സ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഈ ചോക്ലേറ്റ്സ് കഴിക്കുമ്പോൾ രണ്ട് തരത്തിലാണ് ഇത് നമുക്ക് ഗ്യാസ് ശല്യം ഉണ്ടാക്കുന്നത്. ഒന്ന്, നമ്മൾ ചോക്ലേറ്റോ അല്ലെങ്കിൽ ചൂയിങ്ങമോ വായിക്കകത്ത് വെച്ച് ചവച്ച് അല്ലെങ്കിൽ നുണഞ്ഞ് ഇറക്കുമ്പോൾ ഇതോടൊപ്പം ധാരാളം ഗ്യാസും കൂടി നമ്മുടെ ഉള്ളിലേക്ക് ഇറക്കുന്നു. ഇത് പലപ്പോഴും നമ്മുടെ ആമാശയത്തിലും കുടലിലും ഈ അമിതമായിട്ട് ഗ്യാസ് ശല്യം ഉണ്ടാകുന്നതിനും കീഴ്വായുവിനും കാരണമാകുന്നു. രണ്ടാമത്തത്, ഈ ചോക്ലേറ്റുകൾ, ഇപ്പോഴത്തെ ചോക്ലേറ്റുകൾ അല്ലെങ്കിൽ മിഠായിക്കകത്ത് മധുരത്തിന് വേണ്ടി സോർബിറ്റോൾ, മാനിറ്റോൾ പോലുള്ള ചില രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാത്തിലും ഉപയോഗിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള പഞ്ചസാര അല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കെമിക്കലുകൾ, പ്രത്യേകിച്ച് സോർബിറ്റോൾ എല്ലാം തന്നെ നമ്മുടെ ആമാശയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുടലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് അവിടെ ഗ്യാസ് ശല്യം ക്രിയേറ്റ് ചെയ്തെന്ന് വരാം. ഇനി എട്ടാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഉള്ളി, വെളുത്തുള്ളി പോലുള്ള ഫുഡുകളാണ്. ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, ഫൈബറാണ്, ശരിയാണ്. പക്ഷേ ഇവ ഈ കീഴ്വായു ശല്യമുള്ളവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്തെന്ന് വരാം. രണ്ട് തരത്തിലാണ് ഉള്ളിയും വെളുത്തുള്ളിയും നമുക്ക് വയറിന് പണി തരുന്നത്. ഒന്ന്, ഉള്ളിക്കകത്തും വെളുത്തുള്ളിക്കകത്തും ഫൈബറിനോട് ചേർന്നിട്ട് ഫ്രക്ടോസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പഴവർഗ്ഗങ്ങളിലെല്ലാം തന്നെ മധുരത്തിനായിട്ട് ഫ്രക്ടോസ് ഉണ്ട്. ഈ ഫ്രക്ടോസ് ഉള്ളിക്കകത്ത് കൂടുതലും ഫൈബറിനകത്താണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും ഉള്ളി നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ആമാശയത്തിന് പകരം കുടലിൽ ചെന്നിട്ട് ഈ ഫ്രക്ടോസ് റിലീസാകുന്നു. കുടലിലുള്ള ബാക്ടീരിയകൾ ഈ ഫ്രക്ടോസിനെ ദഹിപ്പിച്ച് ഭയങ്കരമായിട്ട് ഗ്യാസ് ക്രിയേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ പ്രോബ്ലം, ഉള്ളിയിലും വെളുത്തുള്ളിയിലുമെല്ലാം സൾഫർ സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ സൾഫർ സംയുക്തങ്ങൾ നമ്മുടെ കുടലിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ നമ്മുടെ ബാക്ടീരിയകൾ ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാക്കുന്നു. അതായത് പലപ്പോഴും കീഴ്വായുവിന് അമിതമായിട്ട് ദുർഗന്ധമുണ്ടെങ്കിൽ, നമുക്ക് ഈ ദുർഗന്ധം കാരണം ആൾക്കാരുടെ പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഒരു വില്ലന്മാരാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ കീഴ്വായു ശല്യം അമിതമായിട്ടുണ്ടെങ്കിൽ, കീഴ്വായുവിന് ദുർഗന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ സാലഡ് ഫോമിൽ ഈ ഉള്ളിയോ വെളുത്തുള്ളിയോ ഉപയോഗിക്കാതിരിക്കുക. ഇവ കഴിക്കുകയാണെങ്കിൽ തന്നെ നന്നായി വേവിച്ച് പാകം ചെയ്ത് ചൂടോടുകൂടി മാത്രം, അതായത് ചൂട് തണുക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ ഉള്ളിയോ വെളുത്തുള്ളിയോ കഴിക്കാവുന്നതാണ്. എങ്കിൽ നിങ്ങൾക്ക് ഈ കീഴ്വായു ശല്യം താരതമ്യേന കുറഞ്ഞു വരുന്നത് കാണാം. ഇനി അമിതമായിട്ട് ഗ്യാസ് ശല്യവും കീഴ്വായുവും ഉണ്ടാക്കുന്ന ഒൻപതാമത്തെ ഫുഡ് എന്ന് പറയുന്നത് പാലിൻ്റെയും പഴത്തിൻ്റെയും കോമ്പിനേഷനാണ്. നിങ്ങൾക്കറിയാം, നമ്മളിന്ന് കഴിക്കുന്ന പല ഭക്ഷണങ്ങളിലെയും ഈ പാലും പഴവും കോമ്പിനേഷൻ ഒരു പ്രധാന വിഭവമായിട്ട് വരാറുണ്ട്. കൊച്ചുകുട്ടികൾക്കെല്ലാം തന്നെ പാലും പഴവും കൂടി മിക്സ് ചെയ്ത് നൽകുന്ന ഒരു രീതിയുമുണ്ട്. എന്നാൽ ഈ പാലും പഴത്തിൻ്റെ ഒരു പ്രോബ്ലം എന്തെന്ന് പറഞ്ഞാൽ, പഴത്തിനകത്തുള്ള ഫ്രക്ടോസും പാലിനകത്തുള്ള ലാക്ടോസും കൂടി ചേർന്നിട്ട് ഇത് നമ്മുടെ ആമാശയത്തിലും കുടലിലും ഗ്യാസിൻ്റെ ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കും. പലപ്പോഴും നമ്മൾ ഫ്രൂട്ട് സലാഡിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ഫ്രൂട്ട്സിനകത്ത് ഐസ്ക്രീം ഇട്ട് ഉണ്ടാക്കുന്നതാണ്. ഐസ്ക്രീമിനകത്തുള്ളത് പാലാണ്. ഇത്തരം കോമ്പിനേഷനുകൾ, ഫ്രൂട്ട് സലാഡ് പോലുള്ള അല്ലെങ്കിൽ പാലിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും മറ്റെന്തെങ്കിലും കോമ്പിനേഷൻ നമ്മൾ കഴിക്കുമ്പോൾ ഇത് ഞാനീ പറഞ്ഞ പോലെ അമിതമായിട്ട് നമ്മുടെ കുടലിൽ ഗ്യാസ് ഉണ്ടാക്കുകയും കീഴ്വായു വിട്ടുമാറാതെ നിൽക്കുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. ഇനി അമിതമായിട്ട് ഗ്യാസ് ശല്യം ഉണ്ടാക്കുന്ന 10ാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ കണ്ടന്റുള്ള ഫുഡുകളാണ്. എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടാകാറില്ല. ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ഗോതമ്പിലും ഓട്സിലും അടങ്ങിയിട്ടുള്ള ഒരിനം പ്രോട്ടീനാണ്. ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക്, അതായത് ചിലർക്ക് ഈ ഗ്ലൂട്ടൻ കണ്ടന്റുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വയർ ഉരുണ്ടു മറിയുന്ന പോലെയും ലൂസ് മോഷൻ പോലെ, അല്ലെങ്കിൽ വയറിനകത്ത് ഗ്യാസ് ശല്യം ഉണ്ടാകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായി. അതായത് ചപ്പാത്തി കഴിച്ചാലോ, ഗോതമ്പിൻ്റെ ചില ഫുഡുകൾ കഴിച്ചാലോ, ഓട്സ് കഴിച്ചാലോ വയറിനകത്ത് അമിതമായിട്ട് ഗ്യാസ് ശല്യം വരുന്നവർ ശ്രദ്ധിക്കുക, അവർക്ക് ഈ ഗ്ലൂട്ടൻ അലർജി ഉണ്ടായിരിക്കും. ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് ഫുഡ് അവർ ഒരുപക്ഷെ ഈ ഗോതമ്പ് ചേർന്ന്, ഓട്സ് ചേർന്ന് അല്ലെങ്കിൽ ബാർലി കൊണ്ടുള്ള ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് ആമാശയത്തിൽ ദഹിക്കാതെ കുടലിനകത്ത് ഇത് വല്ലാണ്ട് ഗ്യാസ് ക്രിയേറ്റ് ചെയ്യുകയും വയറിനകത്ത് ഉരുണ്ട് മറിയുന്നുള്ള ബുദ്ധിമുട്ടുകൾ, വയറുവേദന, വയറ് പെരുക്കം പോലുള്ള ബുദ്ധിമുട്ട്, അപ്പോൾ തന്നെ ടോയ്ലറ്റിൽ പോകണം എന്നൊരു തോന്നൽ വരാം, കീഴ്വായു ശല്യം അമിതമായിട്ടുണ്ടാക്കിയെന്ന് വരാം. സോ ഞാനീ പറഞ്ഞ 10 തരത്തിലുള്ള ഫുഡുകൾ ഡെഫിനറ്റ്ലി നിങ്ങൾ കീഴ്വായു ശല്യമുള്ളവർ ശ്രദ്ധിക്കണം. ഞാനീ പറഞ്ഞതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പ്രോബ്ലം ആവുന്നുണ്ടോ എന്ന് നോക്കുക, അവ ഒഴിവാക്കി നോക്കുക. എങ്കിൽ ചികിത്സയോടൊപ്പം തന്നെ, അതായത് അമിതമായിട്ട് ഗ്യാസ് ശല്യം കുറയ്ക്കുന്ന മരുന്നുകളോടൊപ്പം ഈ പറഞ്ഞ രീതിയും കൂടെ പാലിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഈ കീഴ്വായു ശല്യത്തിനെ കുറച്ച് നിർത്താൻ സാധിക്കും. ഞാനീ പറഞ്ഞ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഇന്ന് കീഴ്വായു ശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ചെറുപ്പക്കാരും കുട്ടികളും അടക്കം ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ ഉപകാരപ്പെടും. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.